എന്തോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ജഡ്ജസ് ഒക്കെ ഇങ്ങനെ ആ ഒരു ഫീൽ എൻജോയ് ചെയ്യായിരുന്നു അമ്മയെക്കുട്ടന്റെ പാട്ട്. എങ്ങനെ ഉണ്ടായി? ഈസി ആയിരുന്നോ? കുറച്ചുകൂടെ ഈസി ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ആകെയുള്ള ടെൻഷൻ ഇവള് വരിയൊന്നും തെറ്റിക്കല്ലേന്ന്. അതൊന്നും ഉണ്ടായില്ല. അടിപൊളിയായിട്ട് പാടി. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി അമ്മയ്യ എന്തോ മാം? സുന്ദരി മനോഹരായിട്ട് പാടി. താങ്ക് യു മാം. സംഗതികളൊക്കെ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ടാണ് മോള് ഹാൻഡിൽ ചെയ്തത്. എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. അങ്ങനെ ഒരുപാട് ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ പെർഫോമൻസിനേക്കാൾ മികച്ചത്, വളരെ മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇനിയും ഇംപ്രൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കട്ടെ അമ്മയ്യ. ഓക്കെ, കാരണം ഞാനത് പ്രതീക്ഷിക്കുന്നു. അമ്മയ്ക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്, അസലായിട്ട് പാടാനുള്ള ടാലന്റ് ഉണ്ട്. അപ്പൊ ഇനിയും കുറച്ചുകൂടി ഒന്ന് നന്നാവട്ടെ. ഓക്കെ, എന്തൊരു നല്ലൊരു പാട്ടാണിത്. ദേവരാജ് മാസ്റ്റർ എത്ര വർഷം മുമ്പായിരിക്കും ഇത്? 1961. എത്ര കൊല്ലത് ഒന്ന് കണക്കൂട്ടി എത്ര വർഷമായി? പാർവതി കണക്കില് പുലിയല്ലേ? പുലി പാർവതി എന്റെ വയറ്റിലുണ്ട്. പെട്ടെന്ന് പറയണേ. അല്ല 61, 71, 81. ശരി, അത് പോട്ടെ. എന്തായാലും ഒരു 64 വർഷം അല്ലേ? എത്രയോ ആവട്ടെ. അതെ. ഇപ്പോ ഈ പാട്ട് ഇവര് അന്നത്തെ പോലെ അതേപോലെ തന്നെ തബല വായിച്ചു. ഇത് വൃത്തിയായിട്ട് ഇതേ നമ്മുടെ രജിത്ത് ഒരു പിയാനോയും കീബോർഡും ഇതൊക്കെ വായിച്ചിട്ട് ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഒരു ഡ്രംസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് സോങ് പോലെയാണ് മാസ്റ്റർ 61 ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഘടനയൊക്കെ, വരികളുടെ ഘടനയൊക്കെ, ഓരോ ലൈനുകളും എന്ത് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മോളത് പാടിയത് വളരെ കൂളായിട്ട് വെള്ളം കുടിക്കുന്ന പോലെ പാടി. എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല, വളരെ നന്നായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. മക്കളെ, അല്ല ഇത് മോള് മനോഹരമായിട്ട് പാടി, അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അല്ല, കുഴപ്പങ്ങളൊക്കെ മോക്ക് തന്നെ മനസ്സിലായിക്കണം. ഇപ്പം നമ്മുടെ പിന്നെ ഇരുന്ന് ഞങ്ങൾ പറയാനുണ്ടല്ലോ. കാര്യം ഇത്രയും നാളായി ഓരോന്നും നമ്മൾ അല്ലേ. ഇപ്പം ഞാനൊരു പാട്ട് പാടുമെങ്കിൽ എനിക്ക് അതിലൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, നന്നായില്ല എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടാവും എപ്പോഴും. അതുപോലെ മോക്കിപ്പോൾ ഇതിനകത്തുള്ള കുഴപ്പങ്ങൾ എന്താണ്? ഇപ്പം നല്ലത് കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിയേറ്ററിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ. അതുകൊണ്ടാണ് അണ്ണാച്ചി അതിന് ക്രിയേറ്റ് ചെയ്തവരെ പറ്റി ഒന്നുകൂടെ പറയാമോ? അത് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട്. ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് ചെയ്തു, ONV കുറുപ്പ് സാറ് ലിറിക്സ് എഴുതി, പിന്നെ പാടിയത് ആൻഡോ സാറും പിന്നെ ലീലാമയും. എന്ത് വേണം പിന്നെ? രണ്ടുപേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് പാടി. അസാധ്യ കോമ്പസിഷൻ മോൾ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു നിവൃത്തിയില്ല. അതെന്തൊരു സുഖമാണ് കേൾക്കാൻ. അല്ല, ചുമ്മാ ഒരു മണ്ടൻപാട്ടല്ല ഇത്. പ്രത്യേകിച്ച് ഈ നാടകഗാന ഈ പാട്ടുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന നമ്മുടെ ഋതം ഈ തബലിസ്റ്റുകളെയാണ്. കാര്യം അവരതൊന്നും എടുത്തു വെച്ചാൽ വായനയോട് വായനയാണ്. ഒരു 4 മിനിറ്റ് ഉണ്ടെങ്കിൽ 4 മിനിറ്റും അവരിരുന്ന് അങ്ങ് വായിച്ചങ്ങ് ഗിന്നസ് ബുക്കിൽ കയറുക. അല്ല, അവർക്ക് റെസ്റ്റേ ഇല്ല. ബാക്കി എല്ലാവരും ഇത് ഓരോ വായിച്ച് തള്ളുക. അപ്പം നിങ്ങൾക്ക് സ്പെഷ്യൽ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു 5 പൈസയുടെ അഭിനന്ദനം എക്സ്ട്രാ കേട്ടോ. ഇത് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് 5 പൈസ എന്ന് ഓർത്തോളുക. നല്ല വാല്യൂവാ. ഇപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് സമാനം. അപ്പം മക്കളെ അമ്മയാ, അപ്പം മോള് അത് ഈ പാട്ടിന്റെ നല്ല കാര്യങ്ങളൊക്കെ മോള് നന്നായിട്ട് തന്നെ പാടി. മക്കളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നീ അത് നന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ വേണം പറയാൻ. ഓൾ ദി ബെസ്റ്റ് മോളെ. അടുത്ത എല്ലാം അടിച്ച് കളക്ക്. താങ്ക് യു ശരത് സർ. ഓക്കെ അമ്മയ, ഇനി ചോദിക്കാം. ഓക്കെ ശരത് സർ. അപ്പൊ മക്കളെ, എന്താ സർ? ഇതൊക്കെയായാലും ഇത്രയും മോള് പാടിയതല്ലേ, അതൊക്കെ ഇത്ര അതിമനോഹരമായ ഒരു കോമ്പസിഷൻ മോളെടുത്തുകൊണ്ട് വന്ന് തിരിച്ച് പാടിയതിൽ കുറേ സന്തോഷം. ഇപ്പം ഞങ്ങളുടെ എല്ലാം കൂടെ സ്നേഹം നമുക്ക് വാരിക്കോരിയാൻ കൊടുക്കാം അല്ലേ? കൊടുത്താലോ ഒരുമിച്ച്? എന്നാ വാ അണ്ണാച്ചി, ഒരു കഥ എഴുതാ.
അസാധ്യമായിട്ട് പാടിയടാ, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. സൂപ്പർ. അത് നിനക്ക് ഇതൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങളത് പിടിച്ചു വെച്ചത്. അതാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടി കെട്ടിപ്പിടിച്ചാലെന്ന് വിചാരിച്ചു. അഞ്ജലിക്ക് പറ്റുന്നില്ല. അത് നമ്മളെല്ലാരും ഉഗ്രായിട്ട് പാടിയതാ, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ട്. അത് അസാധ്യമായിട്ട്. ഇപ്പൊ ദേവരാജ മാഷ് ഉണ്ടായിരുന്ന ഡെഫിനറ്റ് ആയിട്ട് അവിടെ വന്ന് മോക്കൊരു ഉമ്മ വന്നേനെ ഉറപ്പായിട്ട്. താങ്ക് യു അപ്പൊ സർ. അത് അസാധ്യമായിട്ട് പാടി. അത് നിങ്ങൾ ഇങ്ങനെ പാടുമ്പോൾ അത് കേൾക്കാനൊരു സന്തോഷമാണ്. നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ഇനി അതിൽ തന്നെ ഞങ്ങളുടെ വീടരുത്. അത്ര എന്ത് സുന്ദരായിട്ടാ സാർ ആ സംഗതികളൊക്കെ. എല്ലാം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് മോള് ചറവറാന്ന് പാടി, Thank you, കൂളായിട്ട് sir. ഒന്ന് പാടി കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചക്കരെ. ചക്കരെ ലവ് യു ലോട്ട്. ലവ് യു ടു സർ. എനിക്ക് 2 സന്തോഷം പറയാനുണ്ട്. എന്തായിരുന്നു ആദ്യത്തെ സന്തോഷം, പറയൂ. കഴിഞ്ഞ എലിമിനേഷനിലെ ഡേഞ്ചറസ് സോണിൽ നിന്ന ആളാണ് അമ്മയ. ഇപ്പോ ഗോൾഡൻ മൈക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. And അപ്പൊ ഞാൻ എനിക്ക് പറയേണ്ടത് പറയട്ടെ. 2 കാര്യം പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല, ഒരെണ്ണം കൂടി. ഒന്നും പ്രീ ക്വാർട്ടർ കടന്നിരിക്കുകയാണ്. ഡയറക്റ്റ് ക്വാർട്ടറിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ അമ്മയെ കുട്ടി. ഓക്കെ, പക്ഷെ ബാക്കി 2 പാടാതിരിക്കരുത്. ഓക്കെ, ഇനി ചേച്ചിയുടെ. യെസ്, ഇവിടെ ശരത് സർ ഒരു കാര്യം പറഞ്ഞു. ദേവരാജ മാഷ് മോളുടെ പാട്ട് കേട്ടിരുന്നെങ്കിൽ ഒരു ഉമ്മ തന്നേനെ. മാഷ്ക്ക് വേണ്ടി ഞാൻ ആ ഉമ്മ തരാൻ പോകുവാണ്. ഓക്കെ, എന്തായാലും മൈക്ക് വാങ്ങാൻ അങ്ങോട്ട് വരണം. ഗോൾഡൻ മൈക്ക്. ഓടി വാ. മാനത്തെ മഴവില്ലിൻ നേരുനിറം എൻ മനസ്സിനുള്ളിലെ മാറിവില്ലിൻ ഏഴല്ലിടുന്നൂറ് നിറങ്ങളേഴല്ലിടുന്നു. അങ്ങനെ ഗോൾഡൻ മൈക്ക് റിസീവ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ അമ്മയെ കുട്ടി. ഒപ്പം ദേ ചേച്ചിയുടെ അപ്പുറം ഉമ്മ. ഇപ്പുറം. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോഴോ ഞാൻ പറഞ്ഞു മോളെ ഒരു ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞു. നോക്കുമ്പോ കൊച്ചിന്റെ ഇവിടെ ആരോ കടിച്ച പോലെ. അപ്പൊ ഞാനിപ്പോ ചോദിച്ചു ഇപ്പുറത്ത് ആരാണ്. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തു. മൊത്തം ഇവിടെയൊക്കെ ഉണ്ട് ചേച്ചി. മഞ്ചേരി പറഞ്ഞു ഇനി ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ലല്ലോ സാർ, ഞാൻ മുഴുവൻ അവൾക്ക് കൊടുത്തങ്ങ് കളഞ്ഞു. ഓക്കെ, അവൾ അത്ര നന്നായി പാടി. ബ്യൂട്ടിഫുൾ മോളെ, ബ്യൂട്ടിഫുൾ. ഗോൾഡൻ മൈക്കിൽ ഒന്ന് വേണമെങ്കിൽ പാടാം അല്ലേ നമുക്ക്? ഗോൾഡൻ മൈക്കില് ജസ്റ്റ് മാനത്തെ മഴവില്ലിൻ ഏഴുനിറം എൻ മനസ്സിനുള്ളിലെ മാറിവില്ലിൻ ഏഴല്ലിടുന്നൂറ് നിറങ്ങളേഴല്ലിടുന്നൂറാണല്ലോ. മാരനു മലരം പഞ്ചല്ലോ എൻ മനസ്സിനെയാ നിൻ കടമിഴിയിൽ അഞ്ചല്ലഞ്ഞൂറ് പൊന്മലരമ്പുകളഞ്ഞൂറാണല്ലോ. സൂപ്പർ. Ni pa maga